നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 16 മുതൽ 30 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, ഈ ദിവസങ്ങളിൽ ഓരോ തീയതികളിലും ഇവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് കൂടുതൽ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഏതൊക്കെ കാര്യങ്ങൾ ഏത് ഘട്ടത്തിൽ ശ്രദ്ധിക്കണമെന്നും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർക്ക് ഇത് വന്ന് ചേരുന്നതാണ്. ഏതൊരാൾക്കും ഇത് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ രോഹിണി നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടവം രാശിക്കാരായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാര് ചന്ദ്രൻ രാശ്യാധിപനായിട്ട് നിൽക്കുന്നതാണ്. ബ്രഹ്മാവാണ് ഇവരുടെ ദേവത. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ ചന്ദ്രന്റെ സ്വാധീനം കാരണം ധനപരമായിട്ട് ഇവർക്ക് സ്ഥിരത ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ജൂൺ 18, 23, 29 തീയതികളില് ധനലാഭം ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂൺ 18, 23, 29 ഈ സമയത്ത് നിങ്ങൾ വസ്തു വാഹന ലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് വസ്തു വാങ്ങുവാനും വാഹനമൊക്കെ വാങ്ങാനും ഒക്കെ ഉള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഈ ലാഭം ഉണ്ടാവുന്നുണ്ട്. ഭവന സംബന്ധമായിട്ട് ലാഭം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണം, ഇവയിലൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ 18, 23, 29 എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ഈ സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ ജൂൺ 20, 27 അത്ര നല്ലതല്ല. കാരണം ആഡംബരത്തിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ അമിതമായിട്ട് ചെലവാക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ള രീതിയിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു സ്ഥിരത വരുന്നുണ്ട്. സാമ്പത്തികം മെച്ചമായിട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ ബന്ധങ്ങൾ എടുക്കുകയാണെങ്കിൽ കുടുംബസുഖം നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട്. സ്നേഹം, സൗന്ദര്യം ഒക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട്. ജൂൺ 17, 24, 30 തീയതികളിലെ പ്രണയം ഒക്കെ പറയുവാൻ അല്ലെങ്കിൽ വിവാഹമൊക്കെ നിശ്ചയിക്കുവാന് ഒക്കെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ വെക്കുകയാണെങ്കിൽ ഈ സമയത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്ന്, സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായം കിട്ടുന്ന ഒരു സമയമാണ് ഇത്. ഈ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം മെച്ചം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ നിങ്ങളുടെ അമിതമായിട്ടുള്ള ഒരു ഒരു അറ്റാച്ച്മെന്റ്, ചിലരോടുള്ള ചില അറ്റാച്ച്മെന്റ്, ചില തെറ്റിദ്ധാരണകളൊക്കെ ജൂൺ 22 ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വാക്കുകളിലൂടെയൊക്കെ അത് അവരെ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ബന്ധങ്ങൾ ഉലച്ചിൽ തട്ടാതെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിനി തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കർമ്മരംഗം നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കർമ്മരംഗം ഏതുമായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതിപ്പോ ബിസിനസ് ആവാം, തൊഴിലാവാം, സ്വയം തൊഴിലാവാം, വിദ്യാഭ്യാസമാവാം, ഏതുമാവട്ടെ, ആ സമയത്ത് നിങ്ങൾക്ക് അതില് ജൂൺ 16 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തില് നിങ്ങൾക്ക് അതില് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഭാവന നിങ്ങൾക്ക് കൂടുന്നതാണ്. ക്രിയേറ്റിവിറ്റി ഒക്കെ നിങ്ങൾക്ക് കൂടുന്ന ഒരു സമയമാണ്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചമാക്കാനായിട്ട് കഴിയുന്നതാണ്. കലാപരമായിട്ട് ബന്ധമുള്ളവർക്ക്, സംഗീതം, ഡിസൈന്, ഫാഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക്, ഭക്ഷണ സംബന്ധമായിട്ട് ഹോട്ടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക്, അഗ്രികൾച്ചർ അതായത് കൃഷി കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക്, ബാങ്കിങ് മേഖലയില്, റിയൽ എസ്റ്റേറ്റ് മേഖലയില് ഇവർക്കൊക്കെ നല്ല ഒരു സമയമായിട്ടാണ് ഈ 16 മുതൽ 21 വരെയുള്ള തീയതികൾ കാണുന്നത്. നിങ്ങൾക്ക് പഴയ ചില പരിശ്രമങ്ങൾക്കൊക്കെ അംഗീകാരം കിട്ടുന്ന ജൂൺ 25 ശേഷം കിട്ടുന്നതാണ്. നിങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് അതിലൊരു നേതാവൊക്കെ ആകാൻ കഴിയുന്ന ഒരു സമയമാണ്. രോഹിണി നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദനയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. ജൂൺ 19, 28 നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് അത്ര മെച്ചമുള്ള ഒരു സമയമല്ല. അതുകൊണ്ട് അന്നേ ദിവസമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തണുത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. മാനസിക സമ്മർദ്ദവും നിങ്ങൾക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ഒഴിവാക്കണം. നിങ്ങളെ സംബന്ധിച്ച്, രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സുഖഭോഗമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ആസക്തി കൂടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക.
അമിതമായിട്ടുള്ള ഭക്ഷണമൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മടിയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് മടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, അതൊന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ വില കൽപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ചില ബന്ധങ്ങളൊക്കെ വഷളാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ ഇളം നീല വസ്ത്രമോ ഒക്കെ ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് തരുന്നതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.